തീവ്രവാദം ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന മോദി സർക്കാരിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ തഹാവൂർ ഹുസൈൻ റാണയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ പ്രസക്തമല്ല. തിരിച്ചു കൊണ്ടുവന്നു, വിചാരണ നേരിടുന്നു, തിഹാർ ജയിലിൽ കഴിയുന്നു. അതാണ് യാഥാർത്ഥ്യം. ഈ കള്ളപ്പണ വിരുദ്ധ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോവുക, മോഷണം, ഇത്തരത്തിലുള്ള ഫിജിറ്റീവ് ഒഫൻഡേഴ്സ് അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ വിചാരണ ചെയ്യുക എന്ന ഉറച്ച നിലപാടിൽ ഭാരതം നിൽക്കുകയാണ്. ഭാരതത്തിൽ എന്തെങ്കിലും ഒരു തിരിമറി നടത്തി അല്ലെങ്കിൽ ഭാരതത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഇതൊക്കെ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയി ഒളിച്ചിരുന്നാൽ ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അതിൽ പ്രധാനിയായിരുന്നു തഹാവൂർ റാണ. സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുന്ന നടപടിയുടെ ഭാഗമായി സ്വിസ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഭാരതത്തിൽ ചർച്ചയ്ക്കെത്തി എന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. ഭാരത സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇയാളെ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിനെതിരെ, അതായത് ഈ ബാങ്കുകളിൽ നടത്തിയ തട്ടിപ്പിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുക, വിചാരണ ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം. മോദി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും അധികം കണ്ടിരിക്കുന്നത് നയതന്ത്ര ബന്ധത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. IPCയുടെ എല്ലാ വകുപ്പുകളും ബെൽജിയം കോടതി അതേപോലെ തന്നെ അംഗീകരിക്കുകയുണ്ടായി. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ, പത്രമാധ്യമങ്ങളിലായിക്കോട്ടെ, കുപ്രസിദ്ധി അടിച്ചൊരു പേരായിരുന്നു മെഹുൽ ചോക്സി എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ വീണ്ടും അയാളുടെ പേര് മാധ്യമങ്ങളിലൊക്കെ വൈറലാവുകയാണ്. പക്ഷെ അത് അയാളുടെ കുപ്രസിദ്ധിയുടെ പേരിലല്ല, അപ്പോൾ മറിച്ച് ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയത്തിൻ്റെയും മറ്റുമൊക്കെ പേരിലാണ്. ശരിക്കും ആരാണ് ഇയാളൊരു കാട്ടുകള്ളൻ? അങ്ങനെയല്ലേ അയാളെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു കാട്ടുകള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഇയാളൊരു നാട് മുടിച്ച് നാട് കടന്ന കള്ളൻ. അതുപോലെ തന്നെ കാട്ടുകള്ളൻ എന്നൊക്കെ ഇയാളെ വിശേഷിപ്പിച്ചാൽ അത് ചെറുതായി പോകും. ഒന്നും രണ്ടും അല്ല, ഭാരതത്തിന്റെ 6 ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നാണ് 1-2 രൂപയല്ല 13,000 കോടി രൂപ മോഷ്ടിച്ചെന്ന് തന്നെ നമുക്ക് പറയാല്ലേ. അങ്ങനെ കടന്നു കളഞ്ഞൊരു ഒരാള്. തീർച്ചയായും അത് മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് മിസ്അപ്രോപ്രിയേഷൻസ് ആണ് നടക്കുന്നത്. അതായത് ഈ മോഷണം എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഈ ചോക്സിക്കെതിരെ ചുമത്തിയ കുറ്റകൃത്യങ്ങളുടെ ഒരു രീതി പരിശോധിച്ചാൽ, ഏത് രീതിയിലാണോ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ തന്നെ ആ കുറ്റം എന്താണെന്ന് മനസ്സിലാവും. വിശ്വാസവഞ്ചന, ചതി, രേഖകളിൽ കൃത്രിമം ചമയ്ക്കൽ, അഴിമതി നിരോധന നിയമം, ഇത്തരത്തിൽ നിരവധിയായ വകുപ്പുകൾ ചേർത്താണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അഴിമതി നടത്തിയിരിക്കുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥരുമായി പണം പങ്കുവയ്ക്കാമെന്ന ധാരണയിൽ മോഷണം നടത്തുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണ തിരിമറി നടത്തുന്നു. അതുപോലെ തന്നെ രേഖകളിൽ തിരിമറി നടത്തുക, ഈ അക്കൗണ്ടുകളിലൊക്കെ തിരിമറി നടത്തുന്നതിനെ രേഖകളെ തിരിമറി നടത്തുക. നമ്മൾ ഇന്ന് വരെ അത്തരത്തിലൊരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു, ചില വൗച്ചറുകളൊക്കെ മിസ്സായി എന്നൊക്കെ. അത്തരത്തിൽ രേഖകൾ ഇല്ലാതാക്കുക, രേഖകൾ തിരിമറി നടത്തുക, അതുപോലെ സ്വാഭാവികമായും ഒരു ലക്ഷ്യം വിശ്വാസവഞ്ചന നടത്തണം എന്ന ലക്ഷ്യത്തോടെ ചെയ്യുക. 13,000 കോടി രൂപയാണ് ഈ വായ്പകളുടെ പേരിൽ പല ബാങ്കുകളിൽ നിന്നും തട്ടിയെടുത്ത് അതിനുമായി ബന്ധപ്പെട്ട് ഈടായി നൽകുന്ന രേഖകളൊന്നും തന്നെ ദുർബലമാകുക, അല്ലെങ്കിൽ അതിൻ്റെ ഈടായി നൽകുന്ന വസ്തുക്കൾ ദുർബലമാകുക, വ്യാജമാകുക. അത്തരത്തിൽ ഏത് തരത്തിലൊക്കെ ഒരു ബാങ്കിനെ പറ്റിക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ പറ്റിച്ച് 13,000 കോടി രൂപയാണ് അയാൾ തട്ടിച്ചെടുത്തത്. അതും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നാണെന്ന് പറയുമ്പോൾ നേരിട്ടത് സർക്കാരിന് നേരിട്ടൊരു ബാധ്യതയായി വരുന്ന ഒരു സ്വഭാവം അതിനുണ്ട്. ഭാരതത്തിലെ കോടതി മാത്രമല്ല ആ വകുപ്പുകളൊക്കെ അംഗീകരിച്ചിരിക്കുന്നത്, ബെൽജിയം കോടതിയും കൃത്യമായിട്ട് ആ വകുപ്പുകളെല്ലാം തന്നെ അംഗീകരിച്ച ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഭാരതത്തിലേക്ക് അദ്ദേഹത്തെ അയക്കാനായിട്ട് ആ കോടതി സമ്മതിക്കാനുള്ളൊരു മെയിൻ കാരണം എന്ന് തന്നെ പറയുന്നത് അതാണല്ലോ. ഇപ്പോൾ വഞ്ചനയാണെങ്കിലും മറ്റെല്ലാ വകുപ്പുകളും, IPCയുടെ എല്ലാ വകുപ്പുകളും ബെൽജിയം കോടതി അതേപോലെ തന്നെ അംഗീകരിക്കുകയുണ്ടായി. അപ്പൊ അത് കൃത്യമായി പറഞ്ഞാൽ ഭാരതം കണ്ടെത്തിയ അയാൾക്കെതിരെയുള്ള വകുപ്പുകളെല്ലാം ശരിവെക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. തീർച്ചയായും അത് ഈ CBI എൻക്വയറിയാണ് ഈ വിഷയത്തിൽ നടന്നത്. CBI ആണ് അവിടെ ഈ അന്വേഷണം ആവശ്യമുണ്ട്, ഇയാളെ പിടികൂടി തരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായ അന്താരാഷ്ട്ര ധാരണകളുടെ അടിസ്ഥാനത്തിൽ നീക്കങ്ങൾ നടത്തി. CBIയുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇയാളെ കഴിഞ്ഞ ഏപ്രിൽ 11 അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള നിയമ നടപടികളുടെ ഭാഗമായി പല നീക്കങ്ങളും നടത്തുന്നു. ആൻവേർപ്പിലെ ഒരു കോടതിയിലാണ് ഇയാളെ ഹാജരാക്കുന്നത്. അവിടെ തന്നെയായിരുന്നു ഇയാൾ താമസിച്ചിരുന്നതും. അവിടെ നിന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള വാദങ്ങളും നടക്കുന്നു. സ്വാഭാവികമായും CBIയുടെ ഭാഗത്തു നിന്ന് ശക്തമായ വാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് CBIയുടെ ലക്ഷ്യം എന്നുള്ളത്, അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ ഭാരത സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇയാളെ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിനെതിരെ, അതായത് ഈ ബാങ്കുകളിൽ നടത്തിയ തട്ടിപ്പിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുക, വിചാരണ ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കണിശമായൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. CBI അത് വളരെ കൃത്യമായി ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് CBIയുടെ അഭിഭാഷകരെല്ലാം തന്നെ നിരവധി സ്പെഷ്യലിസ്റ്റായ അഭിഭാഷകർ അവിടെ ചെന്നിരിക്കുന്നു. മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെല്ലുന്നു, അവരുമായിട്ട് ഇന്ററാക്ഷൻസ് നടത്തുന്നു. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് പ്രധാനമായിട്ടും ഈ വിധിയിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലേക്ക് നമ്മൾ പറഞ്ഞ ഭാരതത്തിന്റെ നയതന്ത്ര വിജയം എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്.
അപ്പം ഏതൊക്കെ മേഖലകളിലായിരിക്കും പ്രധാനമായിട്ടും ഈ വിജയം നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇപ്പം ഐക്യരാഷ്ട്രസഭയായിട്ട് ഒരുപാട് ഉടമ്പടികൾ നമുക്കും ബെൽജിയത്തിനും ഉണ്ട്. അപ്പൊ ആ ഉടമ്പടികളൊക്കെ ആയിരിക്കില്ലേ ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല പൂർണ്ണമായി തന്നെ ഈ വിജയത്തിലേക്ക് ഭാരതത്തെ അടുപ്പിക്കുന്നതെന്ന് പറയുന്നത്? തീർച്ചയായും ഈ ഐക്യരാഷ്ട്രസഭാ കൺവെൻഷനുകൾ, ഐക്യരാഷ്ട്രസഭ വിവിധ വിഷയങ്ങളിൽ നിരവധിയായ കൺവെൻഷനുകളുണ്ട്. അത് ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾ തമ്മിൽ അത് കൺവെൻഷനുകൾ ഒപ്പിടുന്നു, അത്തരത്തിൽ സമ്മേളനങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട യോഗങ്ങളിൽ ധാരണകളിൽ ഒപ്പുവയ്ക്കുന്നു, കൺവെൻഷനുകളുടെ ഭാഗമാകുന്നു. അതായത് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക്, രാജ്യം എന്ന നിലയ്ക്ക് ഏറ്റെടുക്കുന്നു എന്ന് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ച ആ വസ്തുതയെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തെ അംഗീകരിക്കുന്നു എന്നതാണ് ഈ കൺവെൻഷനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധിയായ കൺവെൻഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിങ്ങിലായാൽ കാണാൻ സാധിക്കും, വ്യോമഗതാഗതത്തിൽ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ കൺവെൻഷനുകൾ നമുക്കുണ്ടാകും. ആ കൺവെൻഷൻ്റെ ഭാഗമായാണ് ട്രാൻസ് നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം, അതായത് അതിർത്തി കടന്നുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾക്കപ്പുറമുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമായി ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ ധാരണകളുണ്ട്, ആ ധാരണകളുടെ ഭാഗമായി നടപടികളുണ്ട്. അത് റാറ്റിഫൈ ചെയ്യപ്പെട്ടതാണ്. ഇതിനു മുൻപും ആ ധാരണയുടെ ഭാഗമായി പല തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭാരതത്തിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയല്ലേ ആ ഉടമ്പടിയിൽ കോൺസ്റ്റന്റ് ചെയ്തിട്ടല്ലേ ഇപ്പം ഭാരതം ഈ നീക്കങ്ങൾ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ആ ഉടമ്പടികളുടെയും അതുപോലെ തന്നെ ധാരണകളുടെയും ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ് ഒരു പശ്ചാത്തലം. നമുക്കിപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും, പ്രോസിക്യൂഷനെ കേസ് പിൻവലിക്കാൻ അവകാശം, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കും. അത് ഏത് രീതിയിലാണോ ബന്ധപ്പെട്ട അധികാരികൾ ആ കൺവെൻഷനുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്, അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നിശ്ചയദാർഢ്യം കാണാൻ സാധിക്കുന്നത്. അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ നിശ്ചയദാർഢ്യം കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര തലത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നതിനെ ഒരു പശ്ചാത്തലമായാണ് ഇത്തരം കൺവെൻഷനുകൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോഴും ഒരു വിൽ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഇക്കണ്ട കാലമായി നഷ്ടപ്പെട്ടിരുന്നതും 2014 ശേഷം അതിശക്തമായത് നടപ്പിലായി വരികയും ചെയ്യുന്നത്. തീർച്ചയായും മോദി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും അധികം കണ്ടിരിക്കുന്നത് നയതന്ത്ര ബന്ധത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളുമായിട്ട് ഭാരതത്തിന്റെ ബന്ധം വളരെയധികം ഊഷ്മളമാകുന്നതും പല രീതിയിലുള്ള ഉടമ്പടികൾ ഒപ്പിടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ബെൽജിയമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ ആ ബന്ധങ്ങൾ, സർക്കാരിന്റെ നടപടികൾ ഉൾപ്പെടുന്ന ആ ബന്ധങ്ങളും കൂടി ഇയാളെ നമുക്ക് ഭാരതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്ടർ. കാരണം രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു തെറ്റിനെതിരെ നീങ്ങുന്നു. അത് ആത്യന്തികമായി മനുഷ്യ സമൂഹത്തിനെതിരായ ഒരു തെറ്റ്. അത് വളരെ വലിയൊരു ഒരു ലക്ഷ്യം എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു ദൗത്യം എന്ന് പറയാം. അത്തരത്തിലൊരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യം ഭാരതം ഏറ്റെടുത്തിരിക്കുന്നു. ഭാരതം ഏറ്റെടുത്തിരിക്കുന്നത് 2014 മുതൽ നമുക്കതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കും. ആ ചരിത്രത്തിൽ തന്നെ നമുക്ക് 2014 തന്നെ കള്ളപ്പണം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു തീരുകയായിരുന്നില്ല. അദ്ദേഹവുമായുള്ള ഒരു പ്രശസ്തമായ മാധ്യമ സ്ഥാപനത്തിൽ നടന്ന അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി എന്തൊക്കെ സംഭവിച്ചു എന്ന് അന്ന് പറയുകയുണ്ടായി. ഇന്നും എനിക്കത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്വിസ് ബാങ്കിലാണ് കള്ളപ്പണം സൂക്ഷിക്കുന്നത്. കള്ളപ്പണം സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത്, കള്ളപ്പണം എന്ന് വിവക്ഷിക്കുന്നത് കൈക്കൂലി പണത്തെയാണ്. അതായത് അനധികൃത മാർഗങ്ങളിലൂടെ നേടുന്ന പണം. ബാക്കി നികുതി അടയ്ക്കാത്ത പണം, അങ്ങനെയുള്ള പണമൊക്കെ കള്ളപ്പണത്തിൻ്റെ ആ ഒരു ടൈറ്റിലിൽ തന്നെയാണ് പെടുക. എങ്കിലും അഴിമതി കൊണ്ടുണ്ടാക്കുന്ന പണം, അഴിമതി ഒരു മനുഷ്യാവകാശ ലംഘനമാണ്, മനുഷ്യാവകാശ പ്രശ്നവുമാണ് എന്ന നിലയ്ക്കാണ് കള്ളപ്പണത്തെ പരിശോധിക്കുന്നത്. ഈ കള്ളപ്പണം സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. സ്വിസ് ബാങ്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ബാങ്കിങ് റെഗുലേഷൻ്റെ ചില കണിശതകളാണ്. അത് പൂർണ്ണമായും അക്കൗണ്ട് ഹോൾഡറുടെ പ്രൈവസി സൂക്ഷിക്കുമെന്നാണ് അതിൻ്റെ നിലപാട്. സ്വാഭാവികമായും രാജ്യത്താർക്കും അത് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ പരസ്പര ചർച്ചകളിലൂടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിശ്ചയദാർഢ്യത്തോടെ ആ ഒരു ചർച്ചകൾ തുടർന്ന് ആ ചർച്ചകളിലൂടെ ഒരു ധാരണയിലെത്തി. നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുന്ന നടപടിയുടെ ഭാഗമായി സ്വിസ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഭാരതത്തിൽ ചർച്ചയ്ക്കെത്തി എന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അത്തരത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകളോട് വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് നരേന്ദ്രമോദി വ്യക്തിപരമായും പ്രധാനമന്ത്രി എന്ന നിലയിലും എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നീക്കങ്ങളാണ് കൃത്യമായും ഈ നീരവ് മോദി അല്ലെങ്കിൽ ഈ മെഹുൽ ചോക്സി, ഇപ്പോൾ നമ്മൾ പരാമർശിച്ച മെഹുൽ ചോക്സിക്കൊക്കെ എതിരായ ശക്തമായ നീക്കങ്ങളായി വരുന്നത്. ഈ ധാരണ, കൺവെൻഷനുകളുണ്ട് എന്നുള്ളത് സത്യം എന്നാണ്. UN ട്രാൻസ് നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള
തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ധാരണയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരാമർശിക്കാൻ വിട്ടുപോയതാണ് UN-ന്റെ കറപ്ഷനെതിരായ, അഴിമതിക്കെതിരായ ഒരു നിലപാടുണ്ട്. അഴിമതി ഒരു മനുഷ്യാവകാശ വിഷയം തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ സമാധാനപൂർണ്ണമായ ജീവിതത്തെയാണ് അഴിമതി ബാധിക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യാവകാശ പ്രശ്നവും. ഉടമ്പടികൾ ഒരുപാട് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ തന്നെ ആണെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ ഇപ്പം നമുക്കറിയാം അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ലഭിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോക നേതാവിൻ്റെ ഇമ്പാക്റ്റ്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ നയങ്ങളാണ് കൃത്യമായും മറ്റ് രാജ്യങ്ങളുമായി ഭാരതത്തെ ചേർത്ത് നിർത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം റഷ്യ ആയിട്ടായിക്കോട്ടെ, ചൈന ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം അമേരിക്കയുമായി നമുക്കൊരു താരിഫ് ഒരു ഭീഷണി ഉണ്ടായി, നമ്മൾ അതിനെ നേരിട്ടതായിക്കോട്ടെ, ഇവയിലെല്ലാം നമ്മൾ കാണുന്നത് നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഡെവലപ്മെന്റ് ആണ്. പണ്ട് കാലത്ത് നമ്മൾ പല ആശയങ്ങൾ നമുക്ക് ചേരിചേരാൻ നയം പോലെ ആശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും വിപുലമായിട്ട് എല്ലാ രാജ്യങ്ങളെയും നമ്മൾ കൃത്യമായ നിർത്തേണ്ട അകലങ്ങളിൽ നിർത്തി, ചേർക്കേണ്ട സമയത്ത് അവരെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വെറുതെ ഞങ്ങൾ നയതന്ത്ര ബന്ധം ഉണ്ടെന്ന് പറയുകയല്ല, ഇടപെടേണ്ട സ്ഥലത്ത് കൃത്യമായി ഇടപെടുന്നു, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ പാകിസ്ഥാനുമായി നമുക്ക് ഉണ്ടായ യുദ്ധം, ആ യുദ്ധമല്ല ഓപ്പറേഷൻ സിന്ദൂർ, ആ സമയത്തൊക്കെ നമ്മൾ കണ്ടത് തീവ്രവാദം ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന മോദി സർക്കാരിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ ആണ് ഈ മെഹുൽ ചോക്സിയുടെ വിഷയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് പറഞ്ഞത് ചെയ്യും. അതായത് മെഹുൽ ചോക്സിയെ തിരിച്ചു കൊണ്ടുവരും, അതുപോലെ തന്നെ തഹാവൂർ ഹുസൈൻ റാണയെ തിരിച്ചു കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ പ്രസക്തമല്ല. തിരിച്ചു കൊണ്ടുവന്നു, വിചാരണ നേരിടുന്നു, തിഹാർ ജയിലിൽ കഴിയുന്നു, അതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇപ്പോൾ മെഹുൽ ചോക്സിയുടെ കാര്യത്തിൽ വിധി ഉണ്ടായിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് അപ്പീൽ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും എപ്പോഴും ജുഡീഷ്യൽ വ്യവസ്ഥയിൽ നമുക്ക് എപ്പോഴും ഹയർ കോർട്ടിലേക്ക് അപ്പീൽ പോകാനുള്ള ഒരു റൈറ്റ് ആരാണോ ആ കേസിന്റെ ഭാഗമായിരിക്കുന്ന അയാൾക്കുണ്ട്. പക്ഷേ ആ കോടതി തന്നെ കൃത്യമായി എല്ലാ വകുപ്പുകളും അംഗീകരിച്ചു. ദാറ്റ് മീൻസ് ആ കോർട്ട് അത് അംഗീകരിച്ചു. ഇനി മേളിലേക്ക് ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും വിചാരണ ഇവിടെ നടക്കേണ്ടതുണ്ട്. അതായത് വിചാരണ ഭാരതത്തിൽ, അതായത് എവിടെയാണോ കുറ്റകൃത്യം നടന്നത് ആ കുറ്റകൃത്യം നടന്ന ഇടങ്ങളിലെ കോടതികളുടെ അധികാരപരിധിയിലാണ് ഈ വിചാരണ നടക്കേണ്ടത്. ചില വിചാരണകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇവിടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ മറ്റു രാജ്യങ്ങളിൽ വിചാരണ ചെയ്യാനൊക്കെ വകുപ്പുകളുണ്ടെങ്കിൽ കൂടി ഈ കാര്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ കുറ്റകൃത്യം ചുമത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ അന്വേഷണത്തിൻ്റെ തെളിവുകളെല്ലാം തന്നെ ഇവിടുത്തെ വിചാരണയിലാണ് ഇനിയും കൂടുതൽ പുറത്തു വരിക. ഇന്ന് അയാളെ അവിടെ താമസിക്കുന്ന വ്യക്തിയെ സുരക്ഷിതനായി നാട് കടത്താൻ സാധിക്കുമോ? സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപോത്പലകമായ തെളിവുകൾ കൃത്യമായി ഉണ്ടോ? ഇത് മാത്രമാണ് ഇപ്പോൾ അവിടെ കോടതി പരിശോധിക്കുന്നത്. അതും വ്യക്തമാകുന്നതോടുകൂടി മറ്റൊരു പ്രധാന വിഷയം, അതാണ് നമ്മൾ രണ്ട് വിഷയങ്ങളിലും പ്രത്യേകം പരാമർശിക്കേണ്ടത്, ഒരു അണ്ടർടേക്കിംഗ് നൽകേണ്ടതുണ്ട്. ഇയാളെ സുരക്ഷിതമായി ഇവിടെ പാർപ്പിക്കും. അതായത് അവിടെയുള്ള കോടതി നൽകുന്ന മനുഷ്യാവകാശ പരിഗണനകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇയാളുടെ ജീവിക്കാനുള്ള അവകാശമായിരിക്കട്ടെ, അത് ഏത് രീതിയിലുള്ള മാനവികമായ അവകാശങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ, ഈ കുറ്റവാളിക്കുണ്ടാകട്ടെ, അതെല്ലാം ഞങ്ങളിവിടെ സംരക്ഷിച്ചു കൊള്ളാമെന്നൊരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കണം. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മെഹുൽ ചോക്സിയെ ആദർ ജയിലിൽ പാർപ്പിക്കാം, അവിടെ സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കാം, ഇത്തരത്തിലൊരു അണ്ടർടേക്കിംഗ് നൽകേണ്ടതുണ്ട്. ആ അണ്ടർടേക്കിംഗ് ഭാരതം ലംഘിക്കുകയാണെങ്കിൽ ഭാരതത്തിന് അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ ഈ കരാർ ലംഘനമായി തന്നെ അത് കണക്കാക്കപ്പെടും. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു അണ്ടർടേക്കിംഗ് ഏറ്റെടുക്കാൻ ഭാരതം തയ്യാറാകുന്നു. ഇതുപോലൊരു സംഭവം നേരത്തെ നമുക്ക് അതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അന്താരാഷ്ട്ര ധാരണകളുടെ പരിമിതികളുണ്ടായിരുന്നു. ധാരണകളുണ്ടെങ്കിൽ തന്നെ അത് നടപ്പാക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ വലിയൊരു പരിമിതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറുന്നൊരു സാഹചര്യമാണ് കള്ളപ്പണ വിരുദ്ധ ശക്തിയായി ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കള്ളപ്പണ വിരുദ്ധ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോവുക, മോഷണം, ഇത്തരത്തിലുള്ള ഫിജിറ്റീവ് ഒഫൻഡേഴ്സ്, അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ വിചാരണ ചെയ്യുക എന്ന ഉറച്ച നിലപാടിൽ ഭാരതം നിൽക്കുകയാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കുറേ കൂടി വിശദമായി പരിശോധിക്കേണ്ട ഒരു വസ്തുത കൂടി ഈ കാര്യത്തിലുണ്ട്. അത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കി കാണേണ്ടത് ഭാരതത്തിനെതിരെ ഒരു കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെടാനാകും എന്ന് കരുതേണ്ടതുണ്ട്. കൃത്യമായി വൈസൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കും കൃത്യമായി തോന്നിയിട്ടുള്ള ഒരു പോയിന്റാണ്, ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിക്കാനും ആരും കരുതണ്ട. കുറച്ചു കാലം മുന്നേ വരെ ഭാരതത്തിൽ എന്തെങ്കിലും ഒരു തിരിമറി നടത്തി, അല്ലെങ്കിൽ ഭാരതത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഈവൻ തീവ്രവാദം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസുകളായിക്കോട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയി ഒളിച്ചിരുന്നാൽ ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിച്ചിരുന്ന കുറച്ചധികം ആളുകളുണ്ട്. അതിൽ പ്രധാനിയായിരുന്നു തഹാവൂർ റാണ. അയാൾ കൃത്യമായി ഭാരതത്തിലെത്തി. അതേപോലെ തന്നെ അടുത്ത ആളാണ് ചോസ്കി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നീരവ് മോദി ഉണ്ട്. ഇനി കുറച്ച് ആളുകൾ കൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുണ്ട്, അവരും വരും. അത് കൃത്യമായി തന്നെ മോദി സർക്കാരിന്റെ ഒരു നയമാണ്.
അവർ ഭാരതത്തിലേക്ക് വരും. ഭാരതത്തിന് ദോഷമായി എന്ത് ചെയ്തിട്ട് പോയാലും പിന്തുടർന്ന് ഞങ്ങൾ വരും എന്ന കൃത്യമായ നിലപാടാണ് ഈ മെഹുൽ ചോസ്കിയുടെ ലൈഫ് സ്റ്റോറി. നമുക്ക് അങ്ങനെ തന്നെ പറയാം. അയാളുടെ കള്ളക്കടത്ത് മുതൽ അയാൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് വരെ കൃത്യമായി ഞങ്ങൾ പിന്തുടർന്ന് വരും, ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടുവരും എന്ന ശക്തമായ വാക്കുകൾ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ്, തീർച്ചയായും ആ ഒരു നിലപാട് തന്നെയാണ് ഇന്നത്തെ ഭാരതത്തെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത്. യെസ്.